ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷർ, അതായത് ടാപ്പുകളിലേക്കോ അതുപോലെ തന്നെ കുളിക്കുന്ന ഷവർ, അതുകഴിഞ്ഞ് ഡൈവർട്ടർ ഏരിയ, ഇതിലേക്കൊന്നും നല്ല രീതിയിൽ ഫോഴ്സ് ലഭിക്കുന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ എത്ര ഹൈറ്റിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫോഴ്സ് ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റ് വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് മാക്സിമം നല്ല ഫോഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രഷർ ലൈൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇത് ബാത്റൂമിൻ്റെ പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈൻ സെപ്പറേറ്റ് ചെയ്യുക. നോർമൽ ലൈനിനേക്കാൾ കൂടുതൽ പ്രഷർ ലൈൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രഷർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ ഏകദേശം ഒരു 50,000 രൂപ ആ റേഞ്ചിൽ തന്നെ നമുക്ക് നിർത്തി, അതായത് പ്രഷർ പമ്പും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമുക്ക് ആ ലൈനിൽ നിർത്തി നല്ല രീതിയിൽ പ്രഷർ ലൈനിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇതെങ്ങനെ പ്രഷർ പമ്പ് കൊടുക്കാമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് ബൈപ്പാസ് രീതിയിൽ ചെയ്യാം. അതായത് പ്രഷർ ലൈൻ നമ്മൾ പമ്പ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് പ്രഷർ ലൈൻ ഡയറക്റ്റായിട്ട് ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലും പമ്പ് ആവശ്യം വരുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യാത്ത രീതിയിലും നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ ഇതൊരു ടാങ്ക് വരുന്നത്, അതായത് അധികം ഹൈറ്റിലല്ല ടാങ്ക് വെച്ചിരിക്കുന്നത്, അതായത് വീടിനൊരു 1-ാം നിലയുടെ മുകളിലാണ്, സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ ടാങ്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രഷർ പമ്പ് ആവശ്യം വരുന്നത്. 2 ഇഞ്ചിൻ്റെ യൂണിയനാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഒരു ലൈൻ കണ്ടോ, ഈ 2 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് ആ എൽബോട്ട് പോകുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ടീ ഇട്ട് കണക്ട് ചെയ്യുന്നു. ടീ ഇട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. 2 ഇഞ്ചിൽ നിന്ന് വീണ്ടും റെഡ്യൂസ് ചെയ്യുന്നു. നേരെ അതിലേക്ക് വന്ന് 2 ഇഞ്ച് റെഡ്യൂസ് ചെയ്യുന്നു. 1 ഇഞ്ചായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്ത് ഏറ്റവും ആദ്യമേ തന്നെ ഒരു ടീ ഇട്ടതിന് ശേഷം പ്രഷർ ലൈനിൽ സെപ്പറേറ്റ് നമ്മളൊരു 1.5 ഇഞ്ച് പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലൈനിലേക്ക് ബൈപ്പാസിന് വേണ്ടിയിട്ട് ഒരു വാൽവ് വെച്ച് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടീ ഇട്ടതിന് ശേഷം പ്രഷർ പമ്പിലേക്ക് കയറുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ പ്രഷർ ലൈനിലേക്ക് കൊടുക്കുന്ന ഒരു ടീ ഇട്ടിട്ട് അവിടെ ഒരു വാൽവ് വെച്ച് കൊടുക്കുന്നത്. ഈ വാൽവാണ് നമ്മൾ ബൈപ്പാസ് വാൽവ്. അതായത് 1 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് 1.25 വരെ കൊടുക്കുക. അതിനുശേഷം ആ ബൈപ്പാസ് ചെയ്യുന്ന വാൽവാണ് ഈ കാണുന്നത്. അതായത് പ്രഷർ പമ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വാൽവ് തുറന്നാൽ ആ വെള്ളം ഡയറക്റ്റ് അതിൽ കയറിപ്പോവും. ഇപ്പോൾ പ്രഷർ പമ്പ് വയ്ക്കുന്ന സമയത്ത് ആ വാൽവ് അടച്ചിടുക. ഈ വയ്ക്കുന്ന വാൽവ്, അതായത് പ്രഷറിലേക്കുള്ള വാൽവ് ഓപ്പൺ ചെയ്തു. അതിന് ശേഷം നേരെ വരുന്നത് പ്രഷർ പമ്പിലേക്കാണ് വാട്ടർ ലൈൻ വരുന്നത്. അതിനുശേഷം പ്രഷറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഔട്ട്, ഈ പ്രഷർ പമ്പിൻ്റെ ഔട്ട് നമ്മൾ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ഈ മുകളിൽ നിന്നും വീണ്ടും ഒരു വാൽവ് വെച്ചിട്ട് വാൽവ് ഓപ്പൺ ആയിട്ട് നേരെ വന്നതിന് ശേഷം നമ്മുടെ പ്രഷർ ലൈൻ വീടുകളിൽ മൊത്തം ചെയ്തിരിക്കുന്ന ബാത്റൂമുകളിലേക്കാണ് പ്രഷർ ലൈൻ ആവശ്യം വരുന്നത്. വേണമെങ്കിൽ നമുക്ക് കിച്ചണിലേക്കും കൊടുക്കാം. പ്രഷർ ലൈനിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഓൾറെഡി ബൈപ്പാസിൻ്റെ വാൽവ് അടച്ചിട്ട് ബാക്കി 2 വാൽവുകൾ ഓപ്പണായി. അതായത് വെള്ളം നേരെ കയറി ഇറങ്ങി, ടാങ്കിൽ നിന്നും വെള്ളം കയറി ഇറങ്ങി വരുന്നത് നമ്മുടെ പ്രഷർ പമ്പ് വഴിയാണ് കയറി ഇറങ്ങി വരുന്നത്. അപ്പോൾ പമ്പ് ഓൺ ആവുന്ന സമയത്ത് അതിലൂടെ ഹൈ പ്രഷറിലാണ് നമ്മൾ എവിടേക്കാണ് പ്രഷർ ലൈൻ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് വാട്ടർ ലൈൻ നമുക്ക് കിട്ടും. ഈ പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടാപ്പ്, പ്രഷർ ലൈനിൽ കൊടുത്തിരിക്കുന്ന ടാപ്പ് ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന രീതിയിലാണ് പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ലൈൻ കൊടുത്തിട്ടാൽ മാത്രം മതി. പ്രഷർ പമ്പ് ഓൾറെഡി അതിൻ്റെ അകത്ത് വെള്ളം ഏതെങ്കിലും ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ റിലേയും ടൈമറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെ പ്രഷർ പമ്പ് നമുക്ക് കൊടുക്കാമെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.